ദേശാഭിമാനി മുഖപ്രസംഗം 2025 മാർച്ച് 20. സുനിത വില്യംസ് നൽകുന്ന സന്ദേശം. ലോകം കാത്തുനിൽക്കുകയായിരുന്നു സുനിത വില്യംസിൻ്റെയും സംഘത്തിൻ്റെയും മടങ്ങിവരവിനായി. ആശങ്കയും ആകാംക്ഷയും ആഹ്ലാദത്തിന് വഴിമാറിയ നിമിഷത്തിൽ ഫ്ലോറിഡ തീരത്ത് ശാന്തമായ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സുനിതയുടെയും സംഘത്തിൻ്റെയും പേടകം സുരക്ഷിതമായി ഇറങ്ങി. നാസയുടെ മിഷൻ കൺട്രോൾ റൂമിൽ മാത്രമല്ല, ലോകമെമ്പാടും ആഹ്ലാദാരവം ഉയർന്നു. സമൂഹ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും കുടുംബ സദസ്സുകളിലുമെല്ലാം സുനിതയെന്ന ബഹിരാകാശ പറവ നിറഞ്ഞു. അതിരുകളില്ലാത്ത പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്ക് ഊളിയിടാൻ കൊതിച്ചവളുടെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും പ്രതിജ്ഞാബദ്ധതയും പ്രകടമായ 286 ദിവസങ്ങൾ. പ്രതിസന്ധികളെ അവസരമായി കണ്ട് അതിജീവിക്കാനുള്ള കരുത്താണ് സുനിത നൽകുന്ന സന്ദേശം. അപ്രതീക്ഷിതമായി ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിതയ്ക്കും ബുച്ച് വിൽമോറിനും മടങ്ങാനാകാത്ത അവസ്ഥയുണ്ടായത്. നാസയിലെ മുതിർന്ന ബഹിരാകാശ സഞ്ചാരികളായ ഇരുവരും ബോയിങ് സ്റ്റാർലൈനറിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനാണ് അതേ പേടകത്തിൽ യാത്ര തിരിച്ചത്. 10 ദിവസത്തെ ദൗത്യം. പാതി വഴിക്കു തന്നെ പേടകത്തിന് ഗുരുതര സാങ്കേതിക തകരാർ ഉണ്ടായെങ്കിലും ഇരുവരും സുരക്ഷിതരായി നിലയത്തിൽ എത്തിച്ചേർന്നു. കഴിഞ്ഞ വർഷം ജൂൺ 6-നായിരുന്നു ഇത്. സ്റ്റാർലൈനർ പേടകത്തിൽ മടക്കയാത്ര സുരക്ഷിതമല്ലെന്ന് കണ്ട് അത് ഒഴിവാക്കി. പേടകം ഒക്ടോബറിൽ ആളില്ലാതെ തന്നെ ഭൂമിയിലേക്ക് അയച്ചു. ഇരുവർക്കുമായി പകരം പേടകം അയക്കാൻ നാസയ്ക്കായില്ല. ഇതിനെ തുടർന്ന് ഇരുവരുടെയും മടക്കം അനിശ്ചിതമായി നീട്ടി. ഇതിനിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പ്രധാന അറ്റകുറ്റപ്പണികളടക്കമുള്ള ചുമതല ഇരുവർക്കും നാസ നൽകി. സുനിതയ്ക്ക് നിലയത്തിന്റെ കമാൻഡർ പദവിയും. 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന നിലയത്തിന്റെ അകത്തും പുറത്തുമുള്ള ഏറ്റവും വലിയ അറ്റകുറ്റപ്പണികൾക്കാണ് ഇരുവരും നേതൃത്വം നൽകിയത്. 2 ദിവസങ്ങളിലായി മണിക്കൂറുകൾ നീണ്ട സ്പേസ് വാക്ക് നടത്തിയും സുനിത ചരിത്രം സൃഷ്ടിച്ചു. ഇതുകൂടാതെ മാനവരാശിക്ക് പ്രയോജനപ്പെടുന്ന നിരവധി പരീക്ഷണങ്ങളിലും ഗവേഷണങ്ങളിലും അവർ പങ്കാളിയാവുകയും ഏകോപിപ്പിക്കുകയും ചെയ്തു. ഭൂമിയിലേക്കുള്ള മടക്കം അനിശ്ചിതമായി നീളുമ്പോഴും തളർച്ചയില്ലാതെ കൂടുതൽ കരുത്തോടെ തന്റെ ചുമതല കൃത്യതയോടെ നിർവഹിക്കുന്ന സുനിതയെയാണ് കാണാൻ കഴിഞ്ഞത്. വിദ്യാർത്ഥികൾക്കും മറ്റുമായി പതിവായി നടത്തിയ സംവാദങ്ങളിൽ ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണങ്ങളാൽ അവർ പുതുതലമുറയെ പ്രചോദിപ്പിച്ചു. ഒളിമ്പിക്സ് വേളയിൽ നിലയത്തിൽ മിനി ഒളിമ്പിക്സ് സംഘടിപ്പിച്ചതും സുനിതയായിരുന്നു. ഗഗനചാരികളെ മടക്കിക്കൊണ്ടുവരുവാനുണ്ടായ കാലതാമസം സാങ്കേതികമായി ഇനിയും ഏറെ മുന്നേറാനുണ്ടെന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത്. അതിനൊപ്പം ബഹിരാകാശ ഗവേഷണ മേഖല പിടിച്ചടക്കാനുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങളും കാണാതിരുന്നുകൂടാ. സുനിതയും ബുച്ചും പോയ സ്റ്റാർലൈനർ പേടകം വൻകിട വ്യോമയാന കമ്പനികളിലൊന്നായ ബോയിങ്ങിൻ്റേതാണ്. വർഷങ്ങളായി നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി കരാർ ലഭിച്ച കമ്പനികളാണ് ബോയിങ്ങും സ്പേസ് എക്സും. ഇവർ തമ്മിലുള്ള കിടമത്സരമാണ് ഇരുവരുടെയും മടക്കത്തിന് കാലതാമസം ഉണ്ടാക്കിയതെന്നാണ് ആരോപണം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇത്തരം താൽപ്പര്യങ്ങളുടെ കടന്നുകയറ്റം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ബഹിരാകാശ ഗവേഷണത്തിലടക്കം ലോകരാജ്യങ്ങളുടെ സഹകരണവും കൂട്ടായ്മയും അനിവാര്യമാണ്. എന്തായാലും സുനിതയുടെ ദീർഘനാളത്തെ ബഹിരാകാശവാസവും അനുബന്ധ സംഭവങ്ങളും ഭാവി ദൗത്യങ്ങൾക്ക് പാഠം കൂടിയാണ്. പ്രതിസന്ധികളെ സംയമനത്തോടെ നേരിട്ട സുനിത വില്യംസും ബുച്ചും മാതൃക സൃഷ്ടിച്ചു. അതിനൊപ്പം പുതുതലമുറയ്ക്കുള്ള പ്രചോദനവും.